ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ നല്ല മഴയാണ്, എണീക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. അടിപൊളി മഴയാണ്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. തോട്ട് പോവാണ്ട് അലക്കാണ്ട് കുറച്ച് പൂവിടണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൻകുട്ടി വീട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ മോർണിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി കുളിച്ചിട്ട് തരാം കേട്ടോ. എന്നിട്ട് പൂവിടലൊക്കെ കഴിഞ്ഞിട്ട് മഴ ഇല്ലെങ്കിൽ നമുക്ക് തോട്ട് പോവാം, മഴ ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചരിഞ്ഞിട്ടോ തോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഈ കണ്ണാടിൻ്റെ മുമ്പിലൊന്നും വന്ന് നിന്നില്ലെങ്കിൽ എനിക്ക് എന്തൊരു സമാധാനക്കേടാണ് കേട്ടോ. എനിക്ക് ഇന്നെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, നേരെ കണ്ണാടിയുടെ അവിടെ വന്നിട്ട് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി ഒതുക്കി വെക്കും. പിന്നെ ബ്രഷ് ചെയ്യൽ കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് എന്താ വെച്ചാൽ അതിനകത്ത് കിടക്കും. കുളിക്കുകയാണ് ആദ്യം തന്നെ ഈ ചെയ്യാറ്. ചില ദിവസങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ കുളിക്കാൻ വേണ്ടി നിൽക്കാറില്ല കേട്ടോ. ഞാൻ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറാല തട്ടലോ ബാത്റൂം കഴുകലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ കുളിക്കില്ല. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പല ദിവസങ്ങളിൽ പല പോലെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ കുളിയുണ്ട് കേട്ടോ. നമ്മൾ അത്തൊക്കെ പ്രമാണിച്ചിട്ട് രാവിലെ പൂവിടാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് പൂവിടാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മുഖമൊക്കെ വാഷ് ചെയ്ത് മുടിയൊക്കെ വാരി കെട്ടിയിട്ട് നമുക്ക് ഇന്ന് പോവാനുള്ളത് എങ്ങടാന്നറിയോ? മഴ ഞങ്ങൾക്ക് തിരുമ്പാൻ പോണ സമയമാകുമ്പോഴേക്കും നല്ല മഴയാണ്. ഇന്നിപ്പോൾ എന്തായാലും മൊത്തത്തിൽ മഴയാവും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മഴയൊന്നും നോക്കാതെ പോയിട്ട് തിരുമ്പിയിട്ട് തരാം. ക്ലിയർ ഉണ്ടോ പിന്നെ അവിടെ? അപ്പോൾ പോരാ, നല്ല തണുപ്പുണ്ട് കഴിച്ച്. നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ ഈരകളിയാണ്. ചനി പിന്നിന്നേരം പെരുമഴയായിട്ടോ അങ്ങനെ നിൽക്കുകയാണ് ഫുൾ ടൈം. രാവിലെയാണോ ഉച്ചയാണോ വൈകുന്നേരമാണോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും ഒരേ കാലാവസ്ഥയാണ്, ഒരേ സമയമാണ്. ഒരേ സമയമല്ല, ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തിരുമ്പാനുള്ളതൊക്കെ ഇട്ട് പോന്നിട്ടുണ്ട്. മഴ ഉള്ളതുകൊണ്ട് കീശറൊക്കെ തലയിൽ കെട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ തലവേദന മാറണില്ല കേട്ടോ. ഈ നീരിറക്കം കാരണേ, നീർവീഴ്ച കാരണം ഈ മഴ കൊണ്ടിട്ട് ഭയങ്കര തലവേദനയാണ് കേട്ടോ. വെച്ചാൽ ഞാനാണെങ്കിൽ ഒരു ചാറ്റൽ മഴയും വിടൂല്ല. നമ്മളിപ്പോൾ ഓടുമ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴൊന്നും കുട പിടിച്ചിരുന്നിട്ട് എനിക്ക് ചെയ്യുന്നത് വലിയ മടിയാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ കുട എടുക്കാൻ വേണ്ടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാറ്റൽ മഴ കൊണ്ടോളും. അങ്ങനെ ഇറങ്ങിയിട്ട് വേഗം നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2, 3, 4 ബക്കറ്റ് ഉണ്ടെങ്കിൽ ഷഡ് ഇവിടെ നിന്ന് നമുക്ക് തിരുമ്പി പോരാൻ വേണ്ടി പറ്റും കേട്ടോ. വീട്ടിൽ നിന്നിട്ട് തിരുമണ പോലെയല്ലല്ലോ, ഇവിടെ വെള്ളമുണ്ട് കാര്യങ്ങളുണ്ട്. അടിച്ച് തിരുമ്പി വൃത്തിയാക്കിയിട്ട് പോരുകയും ചെയ്യാം. എത്ര പെട്ടെന്ന് അറിയോ കഴിയുക. അവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുക്കണം, ഒലിവ് പിഴിയാൻ വേണ്ടിയിട്ട് 2 ബക്കറ്റ് വെള്ളം എടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ആകെ കൂടെ ഒരു നേരം പോകും കേട്ടോ. ഇതിവിടെ വരികയാണെങ്കിൽ അത്രയും വലിയ പണിയൊന്നുമില്ല. പക്ഷേ വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേണം. എനിക്ക് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പേടിയാണ്. അപ്പോൾ നമ്മൾ സോഡയൊക്കെ കലക്കിയിട്ട് അതിനകത്ത് ഡ്രസ്സൊക്കെ മുക്കി വെച്ചിട്ട് വേഗം കുറച്ച് നേരമൊക്കെ അങ്ങനെ വെക്കും. 2 ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ വേഗം ചളി പൊക്കോളൂ കേട്ടോ. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ രാവിലെ അങ്ങോട്ട് ബക്കറ്റിൽ സോപ്പ് പൊടി കലക്കി അങ്ങോട്ട് വെക്കും. പൂജട്ടിയാണ് മിക്കതും വീട്ടിൽ, മിക്കതല്ല അവൾ വീട്ടിൽ തിരുമ്പാറ് പൂജട്ടിയാണ്. തോട്ടിൽ വരുമ്പോൾ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വേഗം എൻ്റെ കാര്യങ്ങൾ കഴിയണം. അത് ഒന്നിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് തിരുമ്പാൻ വേണ്ടി നിൽക്കണം. കുറച്ച് കഴിഞ്ഞാൽ പൂജട്ടി ഇറങ്ങിക്കൊള്ളൂ കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പുറത്തൊക്കെ ചുരുങ്ങാൻ മക്കളുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പൂജട്ടിയോട് പറയുന്നുണ്ട്, ഈ ആണെങ്കിൽ വരുമോ ഒറ്റയ്ക്കൊക്കെ ഈ നേരത്തെ തിരുമ്പാനും വേണ്ടിയിട്ട് കുളിക്കും. എന്താ വെച്ചാൽ നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ പേടിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ നീന്തൽ അറിയാത്തവരാകുമ്പോഴാട്ടോ പേടിയുള്ളൂ. എനിക്ക് പൂജട്ടിക്കൊന്നും നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയെങ്കിൽ കൂടെ ഈ ഒരു ഒഴുക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഞാൻ പെടും. തോടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മഴയൊക്കെ വരുമ്പോൾ നല്ല കുത്തൊഴുക്കുണ്ടാവും കേട്ടോ. ഇപ്പോൾ മഴ ഇല്ല കേട്ടോ, നമുക്ക് വേഗം തിരുമ്പിയിട്ട് കയറാം. മഴ പെയ്യുമ്പോഴേക്കും ഒരുവിധം ഞങ്ങൾ നടന്നു വരുമ്പോൾ പൂജട്ടിക്ക് നീന്താൻ നല്ല അറിയാവുണ്ട്. ഇതൊന്നും നീന്താൻ അറിയില്ല കേട്ടോ. എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒഴുക്കിൽ നീന്താനൊന്നും അറിയില്ല. നല്ല മീനുണ്ട്, കാലമോ കടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഒരു 2 സ്റ്റെപ്പ് വരെ ഇറങ്ങും. നമുക്ക് മീനോട് തുന്നലുണ്ടോ, മസാജ് ചെയ്യാണ് കാലം നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും ഇത് കുഞ്ഞു കുഞ്ഞു മീനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേഗം കൊണ്ട് അലക്കി പോകാൻ പറ്റും. വീട്ടിലാണെങ്കിൽ പിന്നെ എത്രയാണ്. അപ്പം ഇനി തിരുമ്പട്ടെ കേട്ടോ. തിരുമ്പിയിട്ട് കാണാം. പൂജയ്ക്ക് ഫോൺ വെച്ചിട്ട് ഇറങ്ങിക്കോ. വേഗം
അപ്പോൾ എല്ലാം അത് അലക്കിണ്ട് വെളുപ്പിച്ച് നമ്മളിനി ഒലുമ്പി പിഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ചെനപ്പിനെ അതിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ അങ്ങോട്ട് നനയാൻ മാത്രമുള്ള മഴ ഉണ്ടായിട്ടില്ല, ചാറ്റൽ മഴയാണ് കൂടുതലും. പൂജിട്ട് ഇതാ പകുതിയൊക്കെ അവളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ കയറിയിരിക്കാൻ. ഇവിടെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. ഒന്നാമത് ഈ പാടവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമല്ലേ. അവിടെ എന്തോ ഒരു സാധനത്തിനെ കണ്ടിട്ട് അത് സൂം ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒലുമ്പി പിഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കുവെള്ളം നല്ലോണം കലക്കുവെള്ളമാണെങ്കിൽ വീട്ടിൽ പോയാൽ ഞങ്ങൾ ഒന്നും കൂടെ ഒലുമ്പി പിഴിയും കേട്ടോ. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിനി വേഗം വീട്ടിലേക്ക് പോവാം കേട്ടോ. പോവാം. ഇവിടുന്ന് കുളിക്കുന്നില്ല കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്നാണ് കുളിക്കുന്നത്. ആരെങ്കിലും ഇല്ലാതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പേടിയാണ്. അപ്പം നമുക്ക് കാല് ഇവിടുന്ന് കഴുകി, ഇവിടുന്ന് കാല് വെച്ചാൽ കൊച്ചു കാല് വെച്ചായിരുന്നു. അതിന്റെ കാലൊക്കെ മീൻ ഇങ്ങനെ ആക്കി ഇങ്ങനെ സ്വതത്തെ തോട്ടിലൊക്കെ ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് ചളി കുതരും. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് പൂവിട്ടിട്ട് ചായ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. പൂവല്ലേ? കവറ് വിടുന്നില്ല, മഴ ഇല്ലാട്ടോ. നമുക്കിന് മഴ പെയ്യുമ്പോഴേക്കും വേഗം വീട്ടിൽ പോവാം. കവറുണ്ട് കേട്ടോ പെണ്ണ. കണ്ണം വരുന്നുണ്ടല്ലോ. അവിടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും കണ്ണൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനോട് ഇനി കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി അവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ, അത്രയും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും തിരുമ്പി വന്നപ്പോഴേക്കും. അപ്പോൾ ആ ഒറ്റയ്ക്ക് പോയിട്ട് ഏത് നേരത്താണെങ്കിലും തിരുമ്പി കുളിച്ച് വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിയൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ അവിടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമ്മൾ പൂവിടൽ കഴിഞ്ഞിട്ടാണ് ഇനി ഈ പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ. ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചുണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പുറത്ത് കിടക്കണം. അതൊക്കെ ഇനി ഒന്നും കൂടെ എന്താ പറയുക, വെള്ളമൊക്കെ വാർന്ന് നിൽക്കുന്നതായിരുന്നു. അത് ഇപ്പുറത്തെ സൈഡിലേക്ക്, മഴ കൊള്ളാത്ത സൈഡിലേക്ക് അങ്ങോട്ട് പെറുക്കിയിട്ടു. ഇനി നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത് കഴിഞ്ഞ് വേണ്ട നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നേരത്തെ നീക്കൊണ്ട് വലിയ പാടൊന്നുമില്ല, എന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. നേരത്തെ നീക്കൊണ്ട് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയാറുണ്ട് കേട്ടോ. വെച്ചാൽ ഫുഡും കറി പോലും ആവാറുണ്ട് എത്രയും പെട്ടെന്ന്. എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഷോർട്സ് എടുക്കാനും വീഡിയോ എടുക്കാനും ലൈവ് എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം തിരിപിടിയെന്ന് അങ്ങോട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് കച്ചറ കിടക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ കൈയോടെ അങ്ങോട്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എപ്പോഴെങ്കിലൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ച് വരിക മതി. ഈ ഒരു ടാർപ്പായ ഇട്ട കാരണം. എന്നാലും കാറ്റത്തൊക്കെ വരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലകളോ കാര്യങ്ങളും പിന്നെ നമ്മൾ ഇടുന്ന എന്തെങ്കിലും കവറുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കടലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കവറുകൾ പെറുക്കി മാറ്റും. കടലാസുകളും കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലകളൊക്കെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വാരി ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ആക്കുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇതിന് നിൽക്കണ്ടല്ലോ, ഇനി പിന്നെ പൂജട്ടിയാണെങ്കിൽ അവളും അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൈയോടെ അങ്ങോട്ട് ചെയ്തത്. മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ലീവുള്ള ദിവസങ്ങൾ പൂജട്ടി ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഏതായാലും നനഞ്ഞു, ഇനി അങ്ങോട്ട് കുളിച്ച് കയറാമെന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിൽക്കായതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ. ഇനി പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ ഈ ചാണകം അങ്ങോട്ട് മെഴുകുക. ഇനി കുളിക്കുന്നതിൻ്റെ മുന്നേ അതും കൂടെ അങ്ങോട്ട് ചാണകം മെഴുകൽ കഴിഞ്ഞിട്ടാണ് കുളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തു. നമ്മുടെ ഈ കൊലായി ഇല്ലേ, എന്താ പറയുക, സിറ്റ് ഔട്ട്, ഈ ഭാഗം രാവിലെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു വൃത്തികേടാണ് കേട്ടോ. ഉള്ളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം തുടക്കുകയാണെങ്കിൽ പകൽ തുടക്കേണ്ട ആവശ്യമില്ല, വൈകിട്ടാണ്, രാവിലെ തുടക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് സിറ്റ് ഔട്ട് നമ്മൾ വൈകുന്നേരം രാവിലെയും തുടയ്ക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ പൂച്ച കയറിയിട്ടോ മഴ പെയ്തിട്ട് ഈ ഈ മണ്ണും കാര്യങ്ങളും ചെളിയൊക്കെ തെറിച്ചിട്ട് ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ആകെ അലമ്പായിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താക്കി വെച്ചാൽ ചാണകം അങ്ങോട്ട് മെഴുകാമെന്ന് വിചാരിച്ചു. എന്നാൽ കുളി കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അങ്ങോട്ട് പൊക്കോളല്ലോ. മറ്റേ വലിയ പാടാട്ടോ ചാണകത്തിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. ചെറുതിലൊക്കെ എനിക്ക് അറപ്പായിരുന്നു കേട്ടോ ഈ ചാണകം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ പോയില്ല. ഞാൻ ഓക്കാനിക്കും ഛർദ്ദിക്കാൻ വരും. പിന്നെ അച്ഛയൊക്കെ ചീത്ത പറഞ്ഞ് ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് ചാണകം മെഴുകിയതാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ കീശറൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ, കവറൊക്കെ കെട്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ അറപ്പും കാര്യങ്ങളും ചാണകത്തിനോടൊന്നുമില്ല. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ നല്ലോണം കഴുകുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കീശ കെട്ടിയിട്ടാണ് ചെയ്തതാണ് എൻ്റെ ഒരു ധാരണ. ഈ പ്രാവശ്യം പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, എന്തായാലും നമ്മളെയൊക്കെ മണിക്ക് എടുക്കാനുള്ളതല്ലേ, കൈ വൃത്തിയായിട്ട് കഴുകുക മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയ്യിലാണ് മെഴുകുക. പൂജയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ, സ്മെല്ല് പോവില്ല എന്ന് പറഞ്ഞിട്ട്. നല്ല അവൾ ചെയ്യാണ്ടിരിക്കില്ല, സ്കൂളൊക്കെ ഉള്ള സമയത്തൊന്നും അവൾ ചെയ്യില്ല. ആ സ്മെല്ല് പോവില്ല മോളോ, ഞാനില്ല പറയും. അങ്ങനെ അതൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഈ ഒരു ബനിയനും കൂടെ അങ്ങോട്ട് ഊരി പിഴിഞ്ഞാണ്ടിട്ടാൽ അവിടെ ചവിട്ടി കയറിയാൽ ആ ചളി അങ്ങനെ അങ്ങോട്ട് പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ കണ്ണനൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് കയറും. അവിടെ ചളിയിലാവോ ഇല്ലെന്നൊന്നും അവൻ നോക്കുകയൊന്നുമില്ല, ശ്രദ്ധിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഞാൻ പറയും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കയറിയാൽ എന്താ, ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് ഒതുക്കി പെറുക്കി വെച്ചതിക്ക് അതേപോലെ ഇരുന്നിട്ടില്ലെങ്കിൽ ഞാനിവിടെ വട്ടളകും കേട്ടോ. ഞാൻ ഈ ചിരിച്ച് നിൽക്കണ പോലെ നല്ല എനിക്ക് ഹാലിളകും.
അത് നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വലിയ പാടൊന്നുമില്ല. അപ്പോൾ തുടക്കലും കാര്യങ്ങളും ചാണകം മെഴുകലൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ കുളി കഴിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കണ്ണെഴുതി പൊട്ടും തൊട്ട് ഒരു കുറിയും തൊട്ട് കഴിഞ്ഞാൽ ഹാവോ അന്നത്തെ ദിവസം എനിക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എന്നെ പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ വൃത്തിയിലും മെനയിലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം, എനിക്ക് ഇന്നെ ഒന്ന് പോസിറ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സങ്കടമുണ്ട്, എന്തൊക്കെയോ വയ്യായിക പോലെ തോന്നും. എനിക്ക് കൂടെ ആ ദിവസം മൊത്തത്തിൽ എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പൂവൊക്കെ ഒരുക്കി നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴേക്കും ഒരു 7:30 7:45 ഏകദേശം കേട്ടോ. മുക്കുറ്റി പൊട്ടിക്കാനാണ് ഈ പോണത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാനില്ല. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നോക്കുമ്പോൾ ഇവിടെ 2, 3 കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പൊട്ടിച്ചതാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ താഴേക്കൊന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിച്ചു. ഒരു തുളസിയുടെ കതിരും കൂടെ പൊട്ടിച്ചിട്ട് മുക്കുറ്റിയും തുളസി ആദ്യം വെച്ച് ഇനി നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കാച്ച. 50 രൂപയ്ക്ക് പൂ വാങ്ങിയതായിരുന്നു കേട്ടോ. 3 ദിവസം എത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. 50 രൂപയ്ക്കൊക്കെ പൂ വാങ്ങിയിട്ട് ഒരു ദിവസം ഇടുക എന്നൊക്കെ പറയുന്നത് മോശമല്ലേ. ഒരു മുളം മുല്ലപ്പൂവിന് 50 രൂപയാണ് കേട്ടോ. ഓണത്തിനൊന്നും മുല്ലപ്പൂ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 50 രൂപയുടെ മുല്ലപ്പൂവിൻ്റെ കേട്ടിട്ട് ഞാനിങ്ങോട്ട് പോന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സാരിയിലേക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുളം മേടിച്ചാലോ എന്നുണ്ടായിരുന്നു. പിന്നെ 50 രൂപ കൊടുത്തിട്ട് മേടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ നമുക്ക് പൂവിടാനുള്ളത് 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്നു. ഇങ്ങനെയാണ് ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇന്നിട്ടിട്ടുള്ളത്, ഇപ്രാവശ്യമല്ല ഇന്നത്തെ ദിവസം ഇട്ടിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറുകയാണ്. ഇനി ഇവിടുത്തെ അങ്കത്തട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്ന പാടന്നെ കയറിയ പാടന്നെ ലൈറ്റൊക്കെ ഇടും. ഇപ്പം ഞാൻ വേഗം ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ നമ്മുടെ ജനലൊക്കെ തുറന്നിടും. നമ്മുടെ അനിയൻകുട്ടന്മാരും ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റണത് നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് അവർ പറയണത് ഞാൻ ഉൾക്കൊള്ളാറുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ഹേർട്ട് ചെയ്യാനായിട്ട് വരണ കാര്യങ്ങൾ എനിക്കങ്ങനെ കുറവാണ്. ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും വരണതേ ഉള്ളൂ. അതൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ട് ഞാൻ എടുക്കാറുമില്ല. എനിക്ക് അങ്ങനെ കൊണ്ട കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ ചായക്ക് വെള്ളവും വെച്ച് ഇന്ന് നൂലുപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായി നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട്. ഒന്നാമത് നമുക്കത് വെക്കാനുള്ള പാത്രം എന്ന് പറയുന്നത് ആ ഒരു കുക്കറാണ്, ഇഡ്ഡലി കുക്കറില്ലേ, അത് ഷാജേട്ടൻ കച്ചവടത്തിന് നമ്മുടെ ഫുഡിൻ്റെ പരിപാടിക്ക് കൊണ്ടുപോയിട്ട് പൊട്ടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പ്രാന്താണ്, അടയ്ക്കാനും തുറക്കാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മളിതാ മാവൊക്കെ വാട്ടി കുഴക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കുഴയ്ക്കുമ്പോൾ നമ്മുടെ നൂലുപുട്ട് ഇങ്ങനെ പുതുന്നെ ഇരിക്കും, സോഫ്റ്റ് ആവും, പഞ്ഞി പോലെ ആവും. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴക്കണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ സ്പൂണൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയത് കേട്ടോ. പിന്നെ ഞാൻ ആ കുഞ്ഞു ചൂടിൽ തന്നെ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അത് ചൂടാറിയിട്ട് കുഴച്ചാലും മതി കേട്ടോ. ഞാനത് ഒരു ഇളം ചൂടോട് ആ സമയത്ത് തന്നെ നല്ലോണം കുഴച്ച് അങ്ങോട്ട് കൈയോടെ കുഴച്ചെടുക്കും. അതിൽ ഉപ്പും കുറച്ച് എണ്ണയും ചൂടുവെള്ളം, തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ വാട്ടി കുഴച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്ക് ചായയുടെ വെള്ളമൊക്കെ തിളച്ചു, പഞ്ചസാര ഇട്ടു, തേയിലപ്പൊടി ഇട്ടു. അപ്പോൾ നമ്മുടെ ചായയും സെറ്റായി. ഇനി ഈ ഒരു നൂലുപുട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇഡ്ഡലി കുക്കറായ കാരണേ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആയിക്കോളും. ഞങ്ങൾക്കാണെങ്കിൽ ഒരൊറ്റ തട്ട് ആക്കിയാൽ മതി കേട്ടോ, 3 ആൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്, കറിയൊന്നും ഉണ്ടാക്കണില്ല. എന്താ വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കറി ആക്കിയത് വേസ്റ്റ് ആവും. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് കറിയും കാര്യങ്ങളൊക്കെ ആക്കാറ്. തലേദിവസം മീൻകറി ഉണ്ടെങ്കിൽ അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഉച്ചയാകുമ്പോഴത്തേക്ക് ആ മീൻകറി എടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പലഹാരത്തേക്ക് വേറെ എന്തെങ്കിലും കറി ആക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാലാക്കാമെന്ന് വിചാരിച്ചു. നാളികേരം തലേദിവസം ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിന് വേണ്ടിയിട്ടൊക്കെ ചിരകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നാളികേരം ചേർക്കേണ്ട പാടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മാവൊക്കെ കുഴച്ചത് നൂൽപുട്ടിൻ്റെ അച്ചിൽ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പീച്ച ഇതിൽ ആദ്യമൊക്കെ പീച്ചാൻ വേണ്ടി വലിയ പാടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനെന്താ നാം എടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പീച്ചാൻ വേണ്ടിക്ക് കൈവേദന ആയ കാരണേ ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഈ കഴുത്തിൻ്റെ ഇവിടേക്കുള്ള ഞരമ്പിന് കടച്ചിലിറങ്ങും. ഈ ഒരു കടച്ചിലിൻ്റെ ഭാഗമായിട്ടാണോ എനിക്ക് തലവേദന, അതും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഓണം കഴിയാണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാനും വൈദ്യരെ കാണിക്കാനും ഒന്നും പോവില്ല. ഇതിനിടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആകെ ബഡ്ജറ്റ് ഹുതയാവും. അതുകൊണ്ട് വേദന ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദന പെയിൻ അറിയില്ല കേട്ടോ. രാത്രി കിടക്കുമ്പോഴാണ് ഇതൊക്കെ കൂടെ വരിക. നമ്മളിതിങ്ങനെ ചെയ്യുമ്പോഴേ ആ വേദനയുടെ ഇത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു. നൂലുപുട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ പീച്ചാക്കി. ഞാൻ നാളികേരം ഇടട്ടോ നൂൽപുട്ടിൽ. ചിലവർ നാളികേരം ഇടാറില്ല, എനിക്ക് നാളികേരം ഇടണം, നാളികേരം ഇഷ്ടമുള്ള. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കും. നാളികേരത്തിന് നല്ല വിലയില്ല, അതുകൊണ്ട് തന്നെ. എന്നിട്ട് അതാ നമ്മൾ ഇഡ്ഡലി കുക്കറിലാക്കി അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ നാളികേരം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് നാളികേരപ്പാൽ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഇപ്പോൾ നാളികേരപ്പാൽ പിഴിയാൻ വേണ്ടി വേറെ കാര്യമൊന്നുമില്ലല്ലോ. കയ്യിലിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്താ വെച്ചാൽ ഒരുപാട് പാൽ വെറുതെ കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാമല്ലോ, കുറേ പാൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതും ചെയ്തു. ഇനി നമുക്കത് വേഗം പിഴിഞ്ഞെടുത്താൽ
നമ്മുടെ നൂൽപുട്ടിലേക്കുള്ള കറി അങ്ങടായി. കുട്ടികൾ കാര്യം പറയാൻ വേണ്ടി കൂടെ ഉണ്ട്. ഇതാണ് ഇടയ്ക്ക് ഒരു ചെറിയും സംസാരമൊക്കെ കേൾക്കണം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയല്ല കേട്ടോ. ചേച്ചിക്ക് വട്ടായോ എന്ന് ആരും കരുതണ്ട. കുട്ടികളുണ്ടല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കുന്നു. വോയിസ് ഓവറും കൊടുക്കാൻ ഞാൻ അവിടെ കലപ്പിലാന്നിങ്ങനെ സംസാരിക്കും കൂടെ ആകുമ്പോൾ ആ കൂടെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് ലെങ്ത്ത് കൂടും കേട്ടോ. ഞാൻ പിന്നെ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്തേക്ക് പോയി എനിക്ക് പിന്നെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തില്ലല്ലോ. അങ്ങനെയാണ്. നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് അതിലേക്ക് പാകത്തിന് മധുരം ഇട്ട് ഇളക്കി അടച്ചങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ നൂലുപുട്ട് ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊക്കെ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ ഒരു ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. ഈ ഒരു ഒറ്റ ഇത് മതിയിട്ടോ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ലേശം കൂടെ ഒരൊറ്റ പിന്നെ നൂലുപുട്ടിൻ്റെ അച്ചലിക്കും കൂടെയുള്ള മാവും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ ആക്കാം. ഈ വെക്കേഷനായ സമയത്തില്ലേ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പലഹാരം ഞാൻ പറഞ്ഞ പോലെ കൂട്ടിയുണ്ടാക്കും. ബേക്കറിയും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാറില്ല. ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരുന്ന ബേക്കറി വെച്ചിട്ട് അങ്ങോട്ട് തീർക്കും. അതന്നെ പൂജിറ്റൊക്കെ നല്ലോണം കഴിക്കും. ബേക്കറി കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ബേക്കറി വാങ്ങാറില്ല. ഇവിടെ പിന്നെ എനിക്കും കണ്ണൻകുട്ടിക്കും ബേക്കറിനോട് ഒരു ഇമ്പുമില്ല. പൂജിറ്റിക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കാറില്ല. ബാക്കി ഇതേപോലെ എന്തെങ്കിലും പലഹാരം കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കും. ചൂടാറിയതിൻ്റെ ശേഷം നൂലുപുട്ടൊക്കെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ നൂലുപുട്ടും റെഡി, തേങ്ങാപ്പാലും റെഡി. അടുത്തത് നമുക്ക് പീച്ചിട്ട് അങ്ങോട്ട് വെക്കാം. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. അപ്പോൾ പിന്നെ അതാവേണ്ട പാടൊന്നുമില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന മാവ് ഞാൻ കളയില്ല. അതിങ്ങനെ ഉരുട്ടിയിട്ട് കുഞ്ഞും മണി പോലെ ആക്കും. അതും കഴിക്കാൻ വേണ്ടിയിട്ട് നാളികേരപ്പാലിൻ്റെ കൂടെ ഇതാണ്ടാവും. കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കളയാണ്ട് അതും കൂടെ അങ്ങനെ ആക്കിയിട്ട് അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഫുഡല്ലേ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് ഇതിനൊക്കെ ഖേദിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. എൻ്റെ ചെറുതിലൊക്കെ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട്. വലുതായിട്ടും ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറുതിലെന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാക്കും. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു 10-15 ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കഴിച്ച് പോയിക്കോളും. വെറുതെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ മാവ് നമുക്കിങ്ങനെ പീച്ചാൻ വേണ്ടി കിട്ടൂല്ലല്ലോ. അങ്ങനെയൊക്കെ ഞാനും കണ്ണൻകുട്ടിയും പൂച്ചുട്ടിയും കൂടെ ഇതാ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക. പൂച്ചുട്ടിയുടെ കുളി കഴിഞ്ഞു, ഇന്ത്യയും കഴിഞ്ഞു. കണ്ണൻകുട്ടിയും കുളിച്ച് വന്ന് ഞങ്ങൾ 3 ആൾ ഇന്നിപ്പോൾ രാവിലെ കുളിച്ചിട്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ നൂലുപുട്ടില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കിട്ടില്ല. ഞാനും കണ്ണൻകുട്ടിയും കൂടെ ഇരുന്നിട്ടുണ്ട്. പൂച്ചുട്ടി ഡ്രസ്സ് മാറി അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ ഇടയിൽ അവളും കൂടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കണം, കുറച്ച് ഷോർട്സൊക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേഗം അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. ഫുഡും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിച്ച പാടന്നെ അങ്ങോട്ട് ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി ഇനി എന്തിനു നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ബാക്കി ഉണ്ടാവും. പിന്നെ 3 മണിക്ക് കറക്റ്റ് നമുക്ക് ലൈവിന് കയറാൻ വേണ്ടേ. ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ മക്കളെ. ഞാൻ എന്തായാലും ലൈവിൽ കയറിയിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ചില്ലേ. അതിൽ സുധ ചേച്ചിയാണ് തോന്നുന്നു ലാസ്റ്റ് വന്നിട്ട് അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുധ ചേച്ചി സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് ഒന്നും സുധ ചേച്ചി അല്ല വേറെ ഏതോ ആരോ എന്നോട് ലാസ്റ്റ് സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് വരണില്ല, ഒന്നും വരണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പറയാതെ പോയോ. ഞാൻ കുറേ നേരം ഇരുന്നു, എനിക്കൊന്നും വരുന്നില്ല. എനിക്ക് പിന്നെ റേഞ്ച് പോയ ആ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഇപ്പോൾ ഈ രാത്രിയിലില്ലേ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വീഡിയോ എടുക്കലും ഷോർട്സ് എടുക്കലൊക്കെ ആയിട്ട് എനിക്ക് പകലൊരു നേരെ ഇരിക്കാൻ വേണ്ടി സമയം കിട്ടില്ല. പിന്നുള്ള ഒരു മണിക്കൂർ ഞാൻ ലൈവിലിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ വിളക്ക് വയ്ക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും 6:30 വീഡിയോ ഇടണം, 6 മണിക്ക് വേറെ ഷോർട്സ് ഇടണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള ഷോർട്സും കാര്യങ്ങളും ആക്കണം. അപ്പോൾ ഞാൻ രാത്രിയിലെല്ലാം കഴിഞ്ഞ് പിള്ളേർ കിടന്നതിന് ശേഷം എനിക്ക് പൂജിട്ട് പിന്നെ ഏത് നട്ടപാത്രം വരെ തുണക്കിയിരിക്കും, കൂട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എനിക്ക് ഉറക്കവും കറക്റ്റല്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഉറക്കവും വരണ്ട, മിണ്ടാതെ നിങ്ങളിരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഉറക്കവും വരണ്ട. അങ്ങനെ ലൈവിൽ ഞാൻ കുറേ നേരം നോക്കി ഇവരെന്താ മിണ്ടാണ്ട് പോയെന്ന് എൻ്റെ ഉണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാൻ പോട്ടെ, ഇരുന്നിട്ട് വെറുതെ കാര്യമില്ലല്ലോ, കമൻ്റ് ഇട്ട് വരണമില്ല. പിന്നെ എന്താ ഞാൻ അങ്ങനെ ഇരുന്നിട്ടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ അമ്മ വിളിക്കുന്നു. അമ്മ പറഞ്ഞു മോളു എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, അമ്മ കുട്ടിക്ക് കാണുന്നുണ്ടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ കണ്ടില്ല. അപ്പം എന്തോ നെറ്റ് ഇഷ്യൂ എന്താ ഇഷ്യൂ ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു കമൻറ്റും വന്നായിരുന്നില്ല കേട്ടോ. ഇനി ബ്ലൂ ഒക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചതാണോ അതും എനിക്കറിയില്ല. ഇനി ബ്ലൂ കൊടുത്തവരോടൊക്കെ തിരിച്ചെടുക്കണം. ഇവൻ ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ 2 ആൾക്ക് 3 ആൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള, പിന്നെ ആരും കുരുത്തക്കേടൊന്നും കാണിക്കില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി ബ്ലൂ കൊടുത്തവരാരെങ്കിലും ആണാവോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ അറിയുന്ന ആൾക്കാർ. അപ്പോൾ പിന്നെ അവരങ്ങനെ ചെയ്യൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല എനിക്ക്. നെറ്റിൻ്റെ പ്രശ്നം വരാൻ വഴിയില്ല കേട്ടോ മക്കൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വൈഫൈ ഉണ്ടല്ലോ, അതുകൊണ്ട് നെറ്റിൻ്റെ ആവാൻ എനിക്ക് 100% ചാൻസ് ഇല്ല. എന്തോ എനിക്കറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് കമൻറ്റ് പോയി. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. ഞാൻ ഷോർട്സിൽ ഒന്നും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. എല്ലാവരും എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ലൈവിൽ നമുക്ക് കാണാം, അല്ല നാളെ ലൈവിൽ കാണാം. ഇന്നിപ്പോൾ സമയം അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വൈകുമല്ലോ.
മുരിങ്ങയുടെ ഇല കുറച്ചുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുരിങ്ങയും പരിപ്പും കൂടെ അങ്ങോട്ട് കറി വെക്കാൻ വിചാരിച്ചു. പരിപ്പൊക്കെ ഇട്ട് കുക്കറിൽ വെച്ചിട്ട് മുരിങ്ങയുടെ ഇല ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഇവിടെ വന്നിരുന്നു. ഇതിൻ്റെ കോലും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് അടിച്ച് വാരി മൊത്തത്തിൽ വൃത്തിയാക്കണം. ഇവിടെ ആകുമ്പോൾ ഇവിടെ മാത്രം അങ്ങോട്ട് വാരിയിട്ട് പെറുക്കിയിട്ടാൽ മതിയല്ലോ. ഈ സമയം കൊണ്ട് പരിപ്പൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി നുള്ള് മുളക് പൊടി ഇട്ടു. ഞാൻ പച്ചമുളകും കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് വേവിക്കുമ്പോൾ. അപ്പോൾ പരിപ്പൊക്കെ നല്ല വെന്തുടഞ്ഞപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നാളികേരം അരച്ചൊഴിച്ചിട്ടല്ല കേട്ടോ കറി വെക്കുന്നത്. നമ്മളിങ്ങനെ താളിപ്പ് പോലെ പരിപ്പും മുരിങ്ങയും കൂടെ എന്നിട്ട് ചെറിയുള്ളിയിൽ അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എന്താ പറയുക മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് വേവട്ടെ. ഇടയ്ക്കില്ലേ എനിക്ക് പെട്ടെന്ന് വിക്കൽ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താണെന്നറിയില്ല, ഇപ്പം ഇങ്ങനെ പറയാനുള്ളത് അല്ല എൻ്റെ നാവിൽ വരാം. എന്തോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. അങ്ങനെ മുരിങ്ങയുടെ ഇല ഇട്ടുകൊടുത്തത് വേവാനുള്ള സമയം കൊണ്ട് നമുക്കിനി ചിക്കൻ കുറച്ചുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഞാൻ കുട്ടികൾ വരുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരൊറ്റ ദിവസം ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ, ഇനി കൂടുതൽ വെക്കേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് വരട്ടാം. അതിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉരുളി വെച്ചു. എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക പൊട്ടിക്കുക, എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് സവാള മൂപ്പിക്കുക. കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കുരുമുളക് പൊടിയുള്ളൂ. അതെടുത്ത് കളിച്ച് കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുരുമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ പച്ചമുളകിനും നമ്മുടെ മുളക് പൊടിക്കും. അപ്പോൾ സവാളയൊക്കെ ഇട്ടെടുത്തതൊന്ന് വഴണ്ട് വരണ സമയം കൊണ്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ, വേവല്ല ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക്, തക്കാളി, വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴലാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൻ്റെ സമയം കൊണ്ട് നമ്മുടെ കറി അങ്ങോട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു. ചെറിയുള്ളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ നിന്ന് കറി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കും. വലിയ പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകിക്കും. കുഞ്ഞു പാത്രങ്ങളിലേക്കാണ് കറികളും ഉപ്പേരിയും എല്ലാ കാര്യങ്ങളും ആക്കുക. വലിയ പാത്രത്തിലേക്ക് എനിക്ക് അങ്ങനെ കാണുന്നത് അടുക്കള മൊത്തത്തിലൊരു അലമ്പ് പോലെ ഫീൽ ചെയ്യും. പിന്നെ ഒരുപാട് കഴുകാനുള്ള പോലെയും എന്തൊക്കെയോ പരന്ന് പോലെയും തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ചെറിയ പാത്രങ്ങളിലേക്ക് അത് കൊള്ളണ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് ഇറച്ചി വയ്ക്കും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയപ്പോൾ തക്കാളി എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് വെന്തുടയണ സമയം വേണം. ആ സമയം കൊണ്ട് നമ്മുടെ കറി കൈയോടെ അങ്ങോട്ട് വറുത്തിടാന്ന് വിചാരിച്ചു കേട്ടോ. പൂച്ച സാർ, ഹൗ ആർ യു? അങ്ങനെ നമ്മുടെ മുരിങ്ങാക്കറിയൊക്കെ ചെറുള്ളിയിൽ അങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ കറിയുടെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ചിക്കൻ പൊടി, ഇത്രയും പൊടികളാണ്. ഞാൻ പറഞ്ഞു കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണ കറിയോ അല്ലെങ്കിൽ വരട്ടും അല്ല, നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം ഇളക്കിയിട്ട് ആ പച്ചമണം മാറുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. നല്ലോണം കഴുകി കുഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ടതാണ്. ഇത് 2 നേരത്തേക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ കിഴങ്ങിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയായി പോകും. അതുകൊണ്ടാണ് കിഴങ്ങിടാത്തില്ലെങ്കിൽ പിന്നെ ഞാൻ കിഴങ്ങാക്കിയിട്ടൊരു കറിയാക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം മുരിങ്ങയിടലുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഈ ചിക്കൻ പെരട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഡ്രൈ ആക്കി എടുക്കണം ചിക്കനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങോട്ട് സിമ്മിലാക്കി അടച്ചു വെച്ചതും തന്നെ വെള്ളം, അത് വേവാനുള്ള വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഊറി വരും കേട്ടോ. അങ്ങനെ എടുത്തിരിക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി കാര്യങ്ങളൊക്കെ അതേപോലെ ആ ഷെൽഫിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചു. കറി ആയത് ഇപ്പുറത്തെ ടേബിളിൽ കൊണ്ടുവച്ചു. ഇനി ഇവിടെയൊക്കെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ മാത്രമല്ലേ ആവാനുള്ളൂ. അപ്പോൾ അതങ്ങനെ ആവട്ടെ. കിച്ചൺ കബോർഡ്, ഈ എന്താ പറയുക, കിച്ചൺ ടാബൊക്കെ നമുക്ക് നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയാകുമ്പോഴത്തെ ഒരു കലാപരിപാടി ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി വേഗം പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ അതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇല്ലെങ്കിലേ ഇതിങ്ങനെ കൂടി വരണത് അറിയില്ലേ നമ്മൾ. ഞാനാകെ എപ്പോഴും പറയാറില്ലേ 2-3 പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാറ്. പാത്രങ്ങളുണ്ട്, ഒക്കെ വലിയ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും പാടാം. നമുക്ക് ഈ 2-3 ആൾക്ക് വേണ്ടിയിട്ട് ഇതന്നെ എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട് ഇത്തിരി വലുതാണോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് റെഡിയായി പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റായ സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു പിടിയുടെ മേലെ മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ആവണ സമയത്ത് ഷോർട്സിൻ്റെ വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെയും പോകാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പുറത്ത് ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ഉച്ചയ്ക്ക് ആകുമ്പോൾ ഞാനും കണ്ണൻകുട്ടിയും പൂച്ചിട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലൈവ് കയറാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. നമ്മുടെ ചിക്കൻ വരട്ടും മുരിങ്ങാക്കറിയും ചോറൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഊണ് കഴിക്കണം. നമ്മൾ അച്ചാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നോ? വടുവപ്പുളി അച്ചാറിൻ്റെ ഓണം റെസിപ്പി സീരീസ് അങ്ങനെ ഓരോന്നും ഞാൻ ഇടുന്നുണ്ട്. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോൾ നമ്മൾ വൈകിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. കണ്ണൻകുട്ടിയും പൂച്ചിട്ടിയും കൂടെ രാവിലത്തെ നൂലുപുട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ എന്തായാലും ചോറുണ്ടാകുന്ന വിചാരിച്ചത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലൈവിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്ത് തീർത്തിട്ടുണ്ട്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കുറച്ചൊക്കെ പേര് എന്താണ് ഇവിടെ നടക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെനിക്കറിയാം ഏത് ടൈപ്പ് ആൾക്കാരാണ് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ കുറേ പേരുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് നമുക്ക് അധികാരത്തിൽ പറയാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓണം സീരീസൊക്കെ ഞാൻ റെസിപ്പീസ് ഇടുന്നുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ ഞാൻ ഈ സദ്യാവട്ടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ. സീ യു.